നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്ക് വീട് വേറെ, ഓഫീസ് വേറെ. കല്യാണത്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ചേട്ടത്തിയായിരിക്കും. പക്ഷെ ഓഫീസിൽ ഞാൻ ആകാശിന്റെ സുപ്പീരിയർ തന്നെയാണ്. ആ അധികാരവും അവകാശവും മിസ്യൂസ് ചെയ്താലുണ്ടല്ലോ, ഞാൻ വെറുതെ ഇരിക്കില്ല. അക്കുച്ചേട്ടാ, ഇപ്പൊ എന്ത് പറ്റി ഇത്രയ്ക്ക് ദേഷ്യം വരാൻ? ഓഫീസിൽ എന്താ ഉണ്ടായത്? ശ്രേയ ഈ വീട്ടിലേക്ക് എന്റെ ചേട്ടത്തിയായിട്ട് വരാൻ പോകുന്നുണ്ട്. ഓഫീസിൽ ഞാൻ അതിന്റെ അധികാരം എടുക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞല്ലോ, എന്തത്? ആ, മിസ്യൂസ് ചെയ്യാണെന്ന്. അങ്ങനെ ശ്രേയ പറഞ്ഞോ? അല്ലാതെ ആരാ? പക്ഷെ അവൾ എന്നോട് നേരിട്ട് പറഞ്ഞില്ല, അവളുടെ പിയെ കൊണ്ട് പറയിച്ച. ശ്രേയയുടെ ടാർഗറ്റ് നമ്മൾ രണ്ടുപേരും അല്ലേ? അവൾ എങ്ങനെയൊക്കെ നമ്മളെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടും ഈശ്വരന്മാർ ചുമ്മാ നോക്കി നിൽക്കുക. ഈശ്വരന്മാരെ നോക്കി നിന്നോട്ടെ, പക്ഷെ ഞാൻ കൈയും കെട്ട് നോക്കി നിൽക്കില്ല. ഞാൻ അവളോട് നാല് നല്ല വർത്താനം പറഞ്ഞു. എന്തു പറഞ്ഞു? ഞാനും നീയും തമ്മിലുള്ള ബന്ധം ആർക്കും അറിയില്ല. നീ ഇനിയും ഇങ്ങനെയൊക്കെ കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ഇതെല്ലാരും അറിയിക്കുമെന്ന് പറഞ്ഞു. വാണിംഗ് കൊടുത്തിട്ടാ ഞാൻ വന്നത്. ശ്രേയോട് അങ്ങനെ പറഞ്ഞോ? ആ, പറഞ്ഞു. അവളെ നാണം കെടുത്താൻ എനിക്ക് 1 മിനിറ്റ് മതി. പക്ഷെ ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. അവളുടെ ഉപദ്രവങ്ങൾ സഹിച്ച് ഞാൻ മിണ്ടാതെ അടക്കുകയായിരുന്നില്ലേ? അതിന് ഇക്കാര്യം പറഞ്ഞാണോ വാർണിംഗ് കൊടുക്കേണ്ടത്? അത് ശരിയല്ല. മനസ്സിൽ പോലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അക്കുച്ചേട്ടാ. ഇനി അവൾ എന്നെയോ നിന്നെയോ അപമാനിക്കാൻ എന്തെങ്കിലും ചെയ്താ അവളുടെ പ്രേമവും പ്രണയമൊക്കെ നാട് മുഴുവൻ അറിയുന്ന പോലെ ഞാൻ ചെയ്യും. നീ കണ്ടോ? മതി. അക്കുച്ചേട്ടൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. ഞാൻ തെറ്റായി എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞോന്നോ? ഒരു പെണ്ണിനെ, അതെങ്ങനെയുള്ളവളാണെങ്കിലും മാനം കെടുത്തുന്നത് പാപോ. അന്ന് ശ്രേയെ അക്കുച്ചേട്ടൻ തല്ലിയപ്പോ എനിക്കുണ്ടായതിലും കൂടുതൽ ദേഷ്യം ഇപ്പൊ എനിക്ക് അക്കുച്ചേട്ടനോട് തോന്നുക. കാക്കുതി, ഒരു പെണ്ണിനെ മാനം കെടുത്തുന്നത് അവളെ തല്ലുന്നതിനേക്കാളും വലിയ തെറ്റാ. ശത്രുവിനെ എതിർത്ത് തോൽപ്പിക്കാം, പക്ഷെ മാനം കെടുത്തിയല്ല തോൽപ്പിക്കേണ്ടത്. ഇനി തമാശക്കാണെങ്കിൽ പോലും ഇങ്ങനൊന്നും പറയരുത് പ്ലീസ്. എനിക്കത് സഹിക്കില്ല. കക്കുതി, ചേട്ടാ, ഒരടിക്കാത്തൊരു ചായ. സ്ട്രോങ് ആണോ മീഡിയം ആണോ? സ്ട്രോങ് ആയിക്കോട്ടെ, ഉന്മേഷം ഒന്ന് കൂടട്ടെ. ആ ആ അനിയ, എന്താ? ഞാൻ അനിയന് കാശ് വല്ലതും തരാനുണ്ടോ? ഇല്ല. അല്ല, ഒരു വല്ലാത്തൊരു നോട്ടം. അതെ, ഈ PWD ചീഫ് എഞ്ചിനീയറെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ആ, 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 അതെ അതെ, അത് ഞാൻ തന്നെയാ. ആശംസ. താങ്ക് യു, താങ്ക് യു. അനിയന് PWD എന്താ ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. സ്ട്രോങ് ചായ കൂടി. നിങ്ങളും ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്ന? വേണ്ട. ഒരു ബോണ്ടെങ്കിലും കഴിക്കണം, എന്റെ ഒരു സന്തോഷത്തിന്. ചേട്ടാ, ഒരു വെട്ടേക്ക് ഇവിടെ കൊടുക്ക്. വേണ്ടായിരുന്നു. അത് കുഴപ്പമില്ലെന്നേ, കഴിക്കേ. ദേ, ഞാൻ കല്യാണത്തിന് വിളിക്കുമ്പോ എന്തായാലും വരണം. ഓ, ഗംഭീര കല്യാണമായിരിക്കും. വരാം. ആ, അതല്ല, ഒരു സംശയമുണ്ട്. തെറ്റായി വിചാരിക്കില്ലേ? ഏയ് ഇല്ല, ഞാൻ എന്ത് തെറ്റായിട്ട് വിചാരിക്കാനാ? അനിയൻ ചോദിക്കുന്നേ. ഈ ചീഫ് എഞ്ചിനീയർ സാറിന്റെ അനിയനുമായിട്ട് പ്രേമത്തിലായിരുന്നു? തന്നോട് ആരാ പറഞ്ഞേ? ആരും പറഞ്ഞല്ല.
നാട് മുഴുവൻ ഫ്ലെക്സും പോസ്റ്ററും ഒക്കെ വെച്ചിട്ടില്ലേ? പോസ്റ്ററോ? കണ്ടില്ലായിരുന്നോ? വാ കാണിച്ചുതരാം. വാ. ദാ, കാണ് കാണ്. ഭയങ്കര കഷ്ടം തന്നെയല്ലേ? അതെ അതെ, ഭയങ്കര കഷ്ടമായിപ്പോയി. ദേ, സാറേ, ഇത് സാറിന്റെ അനിയൻ ചെയ്ത പണിയായിരിക്കും. വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. Mm-hmm.